ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര ബോറടിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ പുലർച്ചെ ആയിട്ടുള്ളൂ, എന്താ അറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ്. രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. രാവിലെ ഞാൻ വിചാരിച്ചു കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടാൻ നല്ല ശുദ്ധമായി ശ്വസിക്കാമെന്ന്. അപ്പം ഇങ്ങനെ പോയാലോ? തെറ്റാ പോകാൻ വേണ്ടി റെഡിയായി. പക്ഷെ കണ്ണട ഇല്ലാതെ കണ്ണ് കാണൂലല്ലോ. കണ്ണട എടുക്കാൻ മറന്നു. എത്ര മേക്കപ്പ് ഇട്ടാലും നമ്മൾ ഈ സാധനം വെക്കണം. ഓക്കെ. സമയം ഇപ്പോൾ ഒരു 5:45 അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ 5:30 ആകുമ്പോൾ തന്നെ പാട്ട് ഇടൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ ആൾക്കാരൊക്കെ ഓടാനും നടക്കാനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ നഗ്നസത്യം മനസ്സിലായത്. ഒറ്റ മനുഷ്യന്മാരില്ല. ഇനിയിപ്പോൾ ആകെ പേടിക്കേണ്ട ഒരു കാര്യം പട്ടിക്കുട്ടികൾ വഴിയിലുണ്ടാവുമോ എന്നുള്ളതാണ്. പട്ടികൾ നമ്മൾ രാത്രി നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പുറകിൽ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷിക്കാനുണ്ടാവില്ല. പിന്നെ അമ്പലത്തിലാണെങ്കിൽ അവർ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് പുതുപ്പറമ്പ് വരെ നടക്കാമെന്നുള്ളത്. ഏകദേശം ഒരു 4 കിലോമീറ്ററൊക്കെ അടുത്തുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പണ്ടത്തെ പോലെ സ്റ്റാമിനയും കാര്യങ്ങളൊന്നുമില്ല. പണ്ടാണെങ്കിൽ ഞാൻ ഒരുപാട് നടന്നൊക്കെ പോകുമായിരുന്നു. എനിക്ക് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്കായാലും നടക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അസുഖം വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പം നടക്കാനൊന്നും പറ്റുന്നില്ല. പണ്ടത്തെ പോലെ സ്റ്റാമിനൊന്നും ഇല്ല കേട്ടോ. തെരുവിളക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് രക്ഷപ്പെട്ട്. കാരണം റോഡിൽ അത്യാവശ്യം ലൈറ്റും കാര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഇരുട്ട്. ഇത്രയും ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറയൊക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാറുണ്ട് കേട്ടോ. പേടിച്ചിട്ടല്ല, ചെറിയൊരു ഭയം. ഇപ്പം തന്നെ ചെറുതായിട്ട് കുഴങ്ങി. സ്റ്റാമിന പോരാ. ഒറ്റ തന്നെ ആയിട്ടുള്ളൂ. പക്ഷേ ബ്രീത്ത് കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നു. വന്നത് നമ്മൾ ഒറ്റത്തെങ്ങിൻ്റെ അടുത്ത് കേസ്. ഇനി തിരിച്ച് നടക്കാനുള്ളത് കാരണം ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റത്തെങ്ങ് വരെ നമ്മൾ പോയിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നടക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ ആവില്ല ടോട്ടലി. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും റിട്ടേൺ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പകുതിക്ക് വെച്ചിട്ടാണ് കുറച്ചും കൂടി നേരം വെളുത്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇപ്പോൾ വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂക്കളുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോഴെല്ലാം പൂവിടുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇതിപ്പോഴല്ല, ആ പൂവിടുന്ന സമയമില്ലേ, അതിൻ്റെ കടലാസ് പൂവല്ലേ, അത് നിറച്ചിങ്ങനെ ഉണ്ടാവുന്ന സമയം ഉണ്ടാവില്ല. എന്ത് ഭംഗിയാണെന്നറിയാമോ? കുറേ പേര് ഇത് ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല രസമാണ്. നല്ലതായിട്ട് നേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ അങ്ങോട്ട് പോണ സമയത്ത് ഈ കുട്ടികളെ അമ്പലത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റോഡ് സൈഡിൽ ഒരു റോസാക്കമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ അറിയില്ല, റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. റോസാപ്പൂ എന്നല്ല, എല്ലാ പൂക്കളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മറ്റേ കടലാസ് പൂ ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട്. ഇത് കുറേ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മറ്റേ ചെടി അതുപോലെ ഉണ്ടാവും. നല്ല രസമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ടോട്ടലി നമ്മൾ 3 കിലോമീറ്റർ കൂടുതൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്യാമറ ഓണാക്കിയ സമയത്തൊക്കെ ഞാൻ നടക്കുകയാണ് ചെയ്യണത്. ബാക്കിയുള്ള സമയത്തൊക്കെ ചെറിയ രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പണ്ടത്തെ പോലെ എന്താണെന്ന് അറിയത്തില്ല, സ്റ്റാമിനയും കാര്യങ്ങളൊന്നുമില്ല. വഴിയിൽ നിന്നുള്ള ഫ്ലവേഴ്സ് മൊത്തം പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം ഞാൻ സ്കൂളിൽ പണ്ട് പോകുന്ന സമയത്ത് എൻ്റെ സൈക്കിളിൻ്റെ കൊട്ടയ്ക്ക് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ചത് എനിക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറിലൊന്നാണ് കേട്ടോ ഈ റോസാപ്പൂ എന്ന് പറയണത്. പിന്നെ ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ്
താമര. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.